ജനപ്രിയ സാഹിത്യം എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ ഒരു പുത്തൻ സംസ്കാരത്തെ പലരും വിമർശിക്കുകയും അധിക്ഷേപിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവണത വായനാ ലോകത്തിന് നല്ലതാണോ അല്ലയോ? എന്താണ് നയനയുടെ അഭിപ്രായം? കാലം മാറുന്നതനുസരിച്ച് എല്ലാ കാര്യത്തിലും നമുക്ക് മാറ്റങ്ങൾ വരും. അതിപ്പോ എഴുത്തിലാണെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കും, വായനയിലാണെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടാവും. ഇപ്പോ കുറച്ചു കാലം മുന്നേ വരെ വായിക്കാത്തൊരു സമൂഹമായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്നിപ്പോ വായിച്ചു തുടങ്ങിയപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന പുസ്തകങ്ങളായി നമ്മുടെ വിഷയം. അപ്പൊ അതനുസരിച്ച് എഴുതുന്ന എഴുത്തുകാരാണെന്ന് കൂടുതൽ, ജനപ്രിയമായി എഴുതുന്നവരാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. ജനപ്രിയമായി എഴുതുന്നവര് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വായിക്കാൻ ഇഷ്ടമുള്ള ഒരു മേഖലയുണ്ടാവും. ഇപ്പോ ചില ആളുകൾ അങ്ങനെ എഴുതുന്നവരുണ്ടാവാം, പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ശ്വാസം തന്നെയാണ് എന്റെ എഴുത്ത് എന്ന് പറയുന്നത്. അപ്പൊ ലാംഗി ഒരുപാട് പതിപ്പുകൾ പിന്നിട്ടൊരു പുസ്തകം. ഇഷ്ടപ്പെടുന്നവരും ഇല്ലാത്തവരും ഉണ്ടാവാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വായിക്കട്ടെ, അല്ലാത്തവർ നമ്മളെ വിമർശിക്കട്ടെ, നമുക്ക് തെറ്റുകൾ പറഞ്ഞു തരാം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ആ ഒരു കാര്യത്തിനെ ഞാൻ ഇതുപോലെ വലിയൊരു പ്രാധാന്യത്തോടെ കാണുന്നതാണ്. ഇപ്പൊ മുമ്പ് എടുത്തു നോക്കുകയാണ്, ഇപ്പൊ സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാട്ടിന്റെ മേഖലയിൽ മാറ്റമുണ്ട്. അപ്പൊ അന്നത്തെ പാട്ടുകളെ ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്നതാണ് പണ്ടത്തെ പാട്ടുകൾ. ഇന്ന് വരുന്നതൊക്കെ എന്ത് പാട്ടുകളാണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അത് ആസ്വദിക്കുന്ന ഒരു തലമുറയുണ്ട്. നമ്മളെല്ലാ കാലത്തും നമ്മൾ മാറ്റത്തിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ്. അപ്പൊ അന്നുണ്ടായിരുന്ന നമുക്ക് എല്ലാ കാലത്തും വയലാറിന്റെ പാട്ടുകൾ മാത്രം പോരാ. നമ്മൾ വയലാർ എപ്പോഴും ഒരു ക്ലാസിക് ആയിട്ട് നിൽക്കുന്നത് അതിന് താഴെ ഒരുപാട് പാട്ടെഴുത്തുകാർ വന്നിട്ടുള്ളതുകൊണ്ടാണ്. ഇത് വിനായക ശശികുമാർ വരെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ വിമർശിക്കുന്നവരും ഇല്ലെങ്കിൽ വയലാറിന്റെ പാട്ടുകളെ വിമർശിച്ചവരുണ്ടായിരിക്കാം അന്നത്തെ കാലത്ത്. ഇപ്പൊ മാധവിക്കുട്ടി, എത്ര വിമർശനങ്ങൾക്ക് ശേഷമാണ് ഇന്ന് മാധവിക്കുട്ടി ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിട്ടൊന്ന് മാറിയിട്ടുള്ളത്. അവരെ വിമർശിച്ച പോലെ മറ്റൊരു എഴുത്തുകാരിക്ക് ഇത്രമാത്രം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയം. അപ്പോൾ ആ ഒരു കാലത്ത് അവരെ എഴുത്തുകൾ എങ്ങനെയായിരുന്നു, ഇന്ന് അവരെ എഴുത്തുകൾ എങ്ങനെ നോക്കിക്കാണുന്നു? അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് എല്ലാ മേഖലയിലും മാറ്റങ്ങൾ വരുമ്പോൾ എഴുത്തിലും തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരണം. പുതിയൊരു എഴുത്തുകാരെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് അവരെ വിമർശിക്കുന്നതിനോട് താല്പര്യമൊന്നുമില്ല. ഈ വിമർശിക്കുന്നവരൊക്കെ ഇത് വായിച്ചിട്ടുള്ളവരാണോ എന്നുള്ളതാണ്. ഈ റീൽസ് വരുന്നതോ ഇല്ലെങ്കിൽ നമുക്കൊരു റീല് വരുന്ന സമയത്ത് ഇല്ലെങ്കിൽ അതിലെ ചില വരികൾ നമ്മുടെ ലൈഫിനോട് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്കത് കൂടുതൽ ആ പുസ്തകം അതിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ എഴുതുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട് എന്ന് പറയുന്നുണ്ട്. ജനങ്ങളെ നോക്കി അല്ലെങ്കിൽ വായനക്കാരെ നോക്കി എഴുതുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളത് ഞാൻ എഴുതണു എന്നുള്ള രീതിയിലും ഉണ്ടായിരിക്കാം. എല്ലാ കാലഘട്ടത്തിലും രണ്ടു തരത്തിൽ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. ഒരു ദിവസം വെളിച്ചാകുമ്പോൾ വെറുതെ ഇരുന്ന് ഒരു പേന എടുത്തിട്ട് ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒന്നാണ് കഥ അല്ലെങ്കിൽ കവിത എന്നൊന്നും ഞാൻ വിശ്വസിക്കണില്ല. എങ്ങനെയാണെങ്കിലും അതിന്റെ ഒരു തീപ്പൊരി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ എഴുതട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.